വചനമൊഴി മംഗളവാർത്താകാലം 3-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 21:1-12, ഏശയ്യ 40:1-11, 1 കൊരിന്തോസ് 1:26-31, ലൂക്കായുടെ സുവിശേഷം 1:57-66. മംഗളവാർത്താകാലം 1-ാം ഞായറാഴ്ച സ്നാപകയോഹന്നാന്റെ ജനനത്തെക്കുറിച്ചും കഴിഞ്ഞയാഴ്ച ഈശോയുടെ ജനനത്തെക്കുറിച്ചുമുള്ള മംഗളവാർത്ത ധ്യാനിച്ച ആരാധനാ സമൂഹം ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ധ്യാന വിഷയമാക്കുന്നത് 1-ാമത്തെ ഞായറാഴ്ചത്തെ അറിയിപ്പിന്റെ പൂർത്തീകരണമാണ്, അതായത് സ്നാപകയോഹന്നാന്റെ ജനനം. 1-ാം ഞായറാഴ്ചയിലെ ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ളതും അബ്രാഹത്തിന് ഒരു പുത്രൻ ജനിക്കുമെന്നുള്ളതുമായ അറിയിപ്പായിരുന്നു. ആ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്ന കാര്യമാണ് 3-ാം ഞായറാഴ്ച 1-ാം വായനയിൽ ശ്രവിക്കുന്നത്. വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്ന, ഉടമ്പടിയോട് അചഞ്ചലമായ വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നത്. ദൈവം അബ്രാഹത്തെ വിളിക്കുമ്പോൾ 3 വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. നിന്നെ വലിയൊരു ജനതയാക്കും, നിന്റെ നാമം മഹത്തരമാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഉൽപ്പത്തി 12:1-3. ഈ 3 വാഗ്ദാനങ്ങളും പിന്നീട് ഉടമ്പടികളായി സ്ഥാപിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15, 17, 22 അധ്യായങ്ങളിൽ ഇക്കാര്യങ്ങൾ കാണാം. തുടർന്ന് രക്ഷാകര ചരിത്രത്തിൽ ഈ 3 ഉടമ്പടികളോടും അചഞ്ചലമായി വിശ്വസ്തത പുലർത്തുന്ന ദൈവത്തെ കാണുവാൻ സാധിക്കും. ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ ക്രമേണ രക്ഷാകര പദ്ധതി അനാവൃതമാകുന്നതും ഈ ഉടമ്പടികളെല്ലാം പൂർത്തിയാകുന്നതും കാണാം. അബ്രാഹത്തിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ അബ്രാഹം കൂടുതലായി മനസ്സിലാക്കുന്നതുപോലെ ദൈവത്തിന്റെ കാരുണ്യത്തെ കൂടുതലായി മനസ്സിലാക്കി ഏറ്റുപറയുന്ന സക്രിയായെയും എലിസബത്തിനെയുമാണ് സുവിശേഷത്തിൽ നാം കണ്ടെത്തുന്നത്. ദൈവം കാണിച്ച കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ മകന് യോഹന്നാൻ എന്ന് പേര് നൽകുന്നു. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞവന്റെ ജനന വാർത്തയോട്, ദൈവത്തിന്റെ കരം കൂടെയുണ്ടായിരുന്നവന്റെ ജനന വാർത്തയോട് ചേർത്ത് വാഗ്ദാനത്തിന്റെ പുത്രന്റെ, ഉടമ്പടിയുടെ പുത്രന്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്ന് 1-ാമത്തെ വായനയിൽ നാം ശ്രവിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാമത്തെ വായനയിൽ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ഒരു മംഗളവാർത്തയാണ് കേൾക്കുന്നത്. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തിനുള്ള വിമോചനത്തെക്കുറിച്ചുള്ള വാർത്ത. ഇദംപ്രഥമമായി അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് ഇവിടെ പറയുന്നതെങ്കിലും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനം കൂടിയാണിത്. കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ പറയുന്നതും ദൈവിക തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ദൈവം തന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിനായി കാലാകാലങ്ങളിൽ അതിനു ചേർന്ന ആളുകളെ വിളിക്കുകയും നയിക്കുകയും തന്റെ നീതിയും ജ്ഞാനവും നൽകി വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു എന്ന് ശ്ലീഹ പറയുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്ന 3 വ്യക്തികളുടെ പേരുകൾ സക്കറിയ, എലിസബത്ത്, യോഹന്നാൻ എന്നിവയാണ്. ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകൾ മനുഷ്യ ചരിത്രത്തിൽ എന്തുകൊണ്ടാണെന്ന് ഈ പേരുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സക്കറിയ എന്ന വാക്ക് സഖാർ, യാഹ്വേ എന്ന വാക്കുകൾ ചേർന്നുണ്ടാകുന്നതാണ്. അതിന്റെ അർത്ഥം കർത്താവ് ഓർക്കുന്നു എന്നാണ്. എന്താണ് കർത്താവ് ഓർത്തത് എന്ന് എലിസബത്ത് എന്ന വാക്ക് നമുക്ക് പറഞ്ഞു തരുന്നു. എലിസബത്ത് എന്ന പേരിന്റെ ഹീബ്രു രൂപം ഏലീശോ എന്നാണ്. എലിസബത്ത് എന്നത് ഗ്രീക്ക് രൂപമാണ്. ഏലീശോ എന്ന പേരും ഏൽ ശവ എന്നീ 2 വാക്കുകൾ ചേർന്നുണ്ടാകുന്നതാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ശപഥം അഥവാ ഉടമ്പടി എന്നാണ്. 3-ാമത്തെ വ്യക്തി യോഹന്നാൻ. യോഹന്നാൻ എന്ന പേര് യാവേ ഹന്നാൻ എന്ന വാക്കുകൾ ചേർന്നതാണ്. അതിന്റെ അർത്ഥം കർത്താവ് കാരുണ്യവാനാകുന്നു എന്നാണ്. മനുഷ്യ ചരിത്രത്തിലെ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകൾക്ക് കാരണം ദൈവം തന്റെ ശപഥം ഓർക്കുന്നതുകൊണ്ടാണ്. ഏതു ശപഥമെന്ന് ചോദിച്ചാൽ പിശാചിന്റെ കൗശലത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ആദ്യ ശപഥം. മനുഷ്യകുലത്തെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരുമെന്ന ശപഥം.
ആ ശപഥം നിറവേറ്റുന്നതിനു വേണ്ടി ദൈവം പലപ്പോഴും മനുഷ്യ ചരിത്രത്തിൽ പ്രത്യേകമായി ഇടപെടുന്നു. അതിനുവേണ്ടിയാണ് ദൈവം അബ്രാഹത്തെ വിളിച്ചതും ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നതും. ആ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായി അബ്രാഹത്തിലൂടെ ഒരു ജനതയെ വാർത്തെടുക്കുന്നതും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുന്നതും. എന്നാൽ ആ ജനം ദൈവത്തോടുള്ള ഉടമ്പടി ലംഘിക്കുകയും ദൈവത്തെ മറക്കുകയും ചെയ്തു. ജനം ദൈവത്തെ മറന്നാലും ദൈവം ജനത്തോട് വിശ്വസ്ത പുലർത്തുന്നു. അവിടുന്ന് ചെയ്ത ശപഥം ഓർക്കുന്നു. അവൻ അവരോട് കാരുണ്യം കാണിച്ചു. ദൈവത്തിന്റെ ആ കാരുണ്യമാണ് മനുഷ്യാവതാരത്തിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ. ദൈവത്തിന്റെ കാരുണ്യം ഇന്ന് നാം അനുഭവിക്കുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. ദൈവം ജനത്തോട് കാരുണ്യം കാണിച്ച് യോഹന്നാനെ നൽകി. എന്നാൽ ദൈവം തന്നെ നൽകി കാരുണ്യമായി മാറി. അതാണ് ദിവ്യകാരുണ്യം. ദൈവം ദിവ്യകാരുണ്യമാകാൻ മനുഷ്യകുലത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മ ആചരിക്കുമ്പോൾ അതിനു മുന്നോടിയായി കർത്താവ് കാരുണ്യം കാണിച്ച് നമുക്ക് നൽകിയതാണ് സ്നാപക യോഹന്നാൻ. ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ച സക്രിയായും എലിസബത്തും തങ്ങൾക്ക് ലഭിച്ച കാരുണ്യം പ്രഘോഷിച്ചതുപോലെ അനുദിന ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിലൂടെ ദൈവം നമുക്ക് തന്നെ നൽകുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ നാം കാരുണ്യം അനുഭവിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയിൽ ദൈവോന്മുഖമായി ജീവിച്ച് ദൈവകൃപ പ്രഘോഷിച്ചുകൊണ്ട് നമുക്കും കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.